ഉപ്പുതറ ടൗണിൽ ഓടയുടെ സ്ലാബുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം തകർന്ന സ്ലാബിനിടയിൽപ്പെട്ട് 2 പേർക്ക് കാലിന് പരിക്കേറ്റു. ടൗണിലെ ഒട്ടുമിക്ക സ്ലാബുകളും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കുവാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പുതറ ടൗണിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഓടയ്ക്ക് മൂടി പാർത്ത്. വർഷങ്ങൾ കഴിഞ്ഞതോടെ സ്ലാബുകൾ ഓരോന്നായി തകരാനും തുടങ്ങി. മിക്കയിടത്തും വാഹനം കയറിയും മറ്റും സ്ലാബുകൾ തകർന്നിരുന്നു. ചില വ്യാപാരികൾ സ്വന്തം നിലയ്ക്ക് സ്ലാബ് നിർമ്മിച്ചിട്ടു. എന്നാൽ ഭൂരിഭാഗം ഭാഗത്തും സ്ലാബുകൾ അപകട ഭീഷണി ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കാല് സ്ലാബിനിടയിൽ കുരുങ്ങി പരിക്കുപറ്റി. ടൗണിലെ ഒരു ഡ്രൈവറിന്റെ കാൽ സ്ലാബിനിടയിൽ കുരുങ്ങി ലിഗ്മെന്റ് പൊട്ടുകയും ചെയ്തു. നിരന്തരം അപകടം ഉണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ടൗണിന്റെ സൈഡിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ഓടകൾ, അതിലെ വലിയ കുഴികൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കാൽനട യാത്രക്കാർക്ക്, സ്കൂൾ കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൊച്ചുകുട്ടി അതായത് പുളിക്കൽ സുധിലാലിൻ്റെ ഒരു മകൻ അതിനകത്ത് വീഴുകയും കാലിന് നല്ല രീതിയിലുള്ള പരിക്ക് സംഭവിക്കുകയും, അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഉപ്പുതറയിലെ പിക്കപ്പ് ഓടിക്കുന്ന ഒരാളുടെ കാല് അതിനകത്ത് പോയി ലിഗ്മെൻ്റ് അടക്കം കാലിന് കംപ്ലൈൻറ്റ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഴികൾ അടച്ച് ഈ സ്ലാബുകൾക്ക് ബലക്ഷയം വന്ന സ്ലാബുകൾ മാറ്റി പുതിയ സ്ലാബ് നിർമ്മിച്ചില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ്. ദിവസേന നൂറുകണക്കിന് കാൽനട യാത്രക്കാരും സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്ന നടപ്പാതയിലാണ് തകർന്ന സ്ലാബുകൾ ഉള്ളത്. പൊതുമരാമത്ത് റോഡായതിനാൽ പഞ്ചായത്തിനുള്ള സ്ലാബ് മാറ്റി സ്ഥാപിക്കാനും നിയമം അനുവദിക്കുന്നില്ല. പൊതുമരാമത്ത് വകുപ്പ് സ്ലാബ് മാറ്റി സ്ഥാപിക്കാനും നടപടി സ്വീകരിക്കുന്നില്ല. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായ സ്ലാബുകൾ ഉടനടി മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുമ്പ് ഓടയിൽ വീണ് കാലിന് അപകടം പറ്റിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് AXE നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ച് ഐറിഷ് ഓട നിർമ്മിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതാണ്. ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റും ഉറപ്പ് നൽകി. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.